ഇപ്പൊ സിഗരറ്റും പുകയിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു പക്ഷേ ഒരു കാലത്ത് ഉപയോഗിച്ച് നിർത്തിയവരുണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ മക്കളോട് പറയും സിഗരറ്റ് ഒന്നും ഉപയോഗിക്കരുത്, പുകയിലൊന്നും ഉപയോഗിക്കരുത്. സിഗരറ്റൊക്കെ ഉപയോഗിച്ചാലുള്ള കുഴപ്പം പറയുന്ന കൂട്ടത്തിൽ എന്താണ് എന്ന് നമ്മൾ പറയില്ല. അത് അലമ്പാണ്, സാധനം നിന്നെ ബുദ്ധിമുട്ടിക്കും, നിന്റെ സൂക്കേട് വരും എന്നൊക്കെ പറയും. എന്നാൽ ഇതുകൊണ്ട് വലിയ സൂക്കേടൊന്നും വരുന്നില്ല. ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലെങ്കിൽ പുകയില കൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുക വലിക്കാത്തവർക്ക് ക്യാൻസർ ഉണ്ടാവുന്നില്ലേ? സ്ത്രീകൾക്ക് ക്യാൻസർ ഉണ്ടാവുന്നില്ലേ? ചോദ്യല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം അവർക്ക് വേണ്ടേ? ആ ചോദ്യത്തിന്റെ ഉത്തരം അവർ അറിയാനുള്ള അർഹത അവർക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, ഉത്തരവുണ്ട്. ഈ മദ്യമൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറയും സാർ ടെൻഷൻ കുറയും, 2 അടിച്ചു കഴിഞ്ഞാല് ടെൻഷൻ റിലീഫാണ് സാർ, ധൈര്യം കിട്ടും, കൊളസ്ട്രോളിന് നല്ലതാണ്, ഹാർട്ട് അറ്റാക്ക് കുറയും. ഇതിനൊക്കെ ഉത്തരമുണ്ട്. ഇതൊക്കെ തെറ്റാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ഉൾപ്പെടെ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകള് ഇത് വേണ്ടാന്ന് പറഞ്ഞത്. അവർക്ക് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, കൃത്യമായ ഉത്തരം അവർക്കുണ്ട്. ആ ഉത്തരങ്ങൾ കൃത്യമായി വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്. നമുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും, സമയം വേണം ഓരോ ഉത്തരത്തിനും. സോദാഹരണ സഹിതം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. സർ, കഞ്ചാവ് അതൊരു പച്ചക്കറിയല്ലേ? എന്താ അതൊരു കാബേജ് പോലെയല്ലേ? ഇല്ലേ? കണ്ടിട്ടുണ്ടല്ലേ നമ്മള്? ഒരാൾ ചോദിച്ചതാ, ഇത് കുട്ടികൾ എന്നോട് ചോദിക്കുന്ന ചോദ്യ. സർ, കഞ്ചാവ് ഒരു നാച്ചുറൽ സാധനല്ലേ? ഇതിൽ നിന്ന് ക്യാൻസറിനുള്ള മരുന്ന് ഉണ്ടാക്കുന്നില്ലേ? ഒപ്പിയം അഥവാ കറുപ്പ്, ഈ സാധനം ഉപയോഗിക്കുന്നതിന് ഒപ്പിയോയിഡ് എന്ന് പറയുന്ന ആ സാധനം മോർഫിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേ? മോർഫിൻ മരുന്നല്ലേ? പിന്നെന്താ സാർ അതിന്റെ പ്രശ്നം? ഇതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. പരസ്യമാണ്, പരസ്യങ്ങളാണ്. 5 രൂപയുടെ പെന്നിനും 1 രൂപയുടെ മിഠായിക്കും നമ്മുടെ നാട്ടിൽ പരസ്യമുണ്ട്.